application of trigonometric ratios to find length of a side of a triangle. ഒരു ട്രയാങ്കിൾ തരും, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കാണാൻ പറയും. അതിന് ഒരു ആംഗിളും തന്നിട്ടുണ്ടാവും. സോ അങ്ങനത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 5 പേജ് നമ്പർ 109. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A triangle is to be drawn with one side 8 cm and an angle on it 40 degree. What should be the minimum length of the side opposite this angle? ഒരു വശം 8 സെന്റിമീറ്ററും അതിലെ ഒരു കോൺ 40 ഡിഗ്രിയും ആയി ഒരു ത്രികോണം വരയ്ക്കണം. 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിന്റെ നീളം ചുരുങ്ങിയത് എത്ര സെന്റിമീറ്റർ ആകണം? ട്രയാങ്കിളിന്റെ കേസിൽ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെയൊക്കെ പരിചയിച്ച പ്രോബ്ലത്തിൽ ഒന്നുകിൽ രണ്ട് സൈഡിന്റെ ലെങ്ത് വേണം, അതിനിടയ്ക്കുള്ള ആംഗിൾ വേണം. അല്ല എങ്കിൽ രണ്ട് ആംഗിൾ വേണം, ഒരു സൈഡ് വേണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു സൈഡും ഒരു ആംഗിളുമാണ്. അങ്ങനത്തെ കേസിൽ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു ചോദിച്ചാൽ യു ഹാവ് ടു കൺസിഡർ എ റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ റഫായിട്ട് വരയ്ക്കാം. പേര് കൊടുക്കാം എ ബി സി. ഓക്കെ, ഇനി ഒരു ആംഗിൾ നമുക്ക് മാർക്ക് ചെയ്യണം. ആ ആംഗിൾ 40 ഡിഗ്രി ആണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം 40 ഡിഗ്രി ആൻ അക്യൂട്ട് ആംഗിൾ, സോ ദാറ്റ് ക്യാൻ ബി ഐദർ എ ഓർ സി. ഓക്കെ, സോ നമുക്ക് എക്ക് കൊടുക്കാം 40 ഡിഗ്രി. ഇനി 8 സെന്റിമീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്. ആ 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ആ സൈഡിൽ വരുന്ന ആംഗിൾ ആണ് 40 ഡിഗ്രി. സോ നമുക്ക് 8 സെന്റിമീറ്റർ എന്നുള്ളത് ഹൈപ്പോട്ടന്യൂസിന് കൊടുക്കാം, അല്ലെങ്കിൽ ഈ എ ബിക്ക് കൊടുക്കാം. നമുക്ക് ഹൈപ്പോട്ടന്യൂസിന് തന്നെ കൊടുക്കാം 8 സെന്റിമീറ്റർ. ഓക്കെ, ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഷുഡ് ബി ദ മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ദിസ് ആംഗിൾ. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 50 ഡിഗ്രി ആയിരിക്കും വരിക. ഓക്കെ, സോ ഏറ്റവും ഷോർട്ടസ്റ്റ് ആംഗിൾ ആണ് 40 ഡിഗ്രി വന്നിരിക്കുന്നത്. സോ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ വിൽ ബി ദ സ്മോളസ്റ്റ് സൈഡ് വിച്ച് ഇസ് ദ ഓപ്പോസിറ്റ് സൈഡ് ടു ദ ആംഗിൾ 40 ഡിഗ്രി ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ തന്നതിൽ ഏറ്റവും ചെറിയ ആംഗിൾ 40 ഡിഗ്രി ആണ്. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും ഈ മൂന്ന് സൈഡ്സിലും ഏറ്റവും ചെറുത്. ഓക്കെ, സോ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കാണണം. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, അത് കാരണം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോട്ടന്യൂസിനെയും കണക്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് സൈൻ. സോ ഈ ഫിഗറിൽ നിന്ന് വി ക്യാൻ റൈറ്റ് സൈൻ 40 ഡിഗ്രിയുടെ സൈൻ റേഷ്യോ. സോ സൈൻ 40 മീൻസ് ഓപ്പോസിറ്റ് ബൈ hypotenuse. So what is opposite side? Opposite side is BC. ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് അറിയാൻ നമുക്ക് 8 എന്ന്. ടേബിളിൽ നിന്ന് സൈൻ 40 എഴുതാം. സൈൻ 40 നമുക്ക് ടേബിളിൽ നോക്കിയാൽ കിട്ടും 0.6428. സോ 0.6428 is equal to BC by 8. അങ്ങനെയാണെങ്കിൽ ബി സി കണ്ടുപിടിക്കാൻ പറ്റും. ഈ 8നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. 8 ഇവിടെ ഡിവൈഡ് ചെയ്തതാണ്. 8നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ചെയ്യണം. സോ 8 into 0.6428 is equal to BC. 8നെ 0.6428 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മൾ 6428നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പോയിന്റ് ഒഴിവാക്കിയ നമ്പർ എടുക്കും. ഇനി സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 8 into 8 64 ആണ്, 6 ബാക്കി വരും. 8 into 2 2 into 8 16, 16 plus 6 22, 2 ബാക്കി വരും. 4 into 8 32, 32 plus 2 34, 3 ബാക്കി വന്നു. 6 into 8 48, 48 plus 3 51. ഇത്രയാണ് വരിക.
4 പ്ലേസ് മാറ്റി പോയിന്റ് ഇടണം. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ഓക്കെ, 4 പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. സോ നമുക്ക് ഇവിടെ പോയിന്റ് ഇടാം. സോ നമുക്ക് കിട്ടും 5.1424. ദാറ്റ്സ് ഈക്വൽ ടു BC ഈസ് ഈക്വൽ ടു 5.1424 സെന്റിമീറ്റർ ആണ് മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ 40 degree. Textbook exercise question number 6, page number 114. A regular pentagon is drawn with all its vertices on a circle of radius 15 cm. Calculate the length of the sides of this pentagon. ഒരു സമപഞ്ചഭുജത്തിന്റെ മൂലകളെല്ലാം 15 സെന്റിമീറ്റർ ആരമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആ സമപഞ്ചഭുജത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. സോ ഇവിടെ ഒരു പെന്റഗൺ ഒരു സർക്കിളിന്റെ ഉള്ളിൽ, ദാറ്റ് മീൻസ് പെന്റഗണിന്റെ വേർട്ടീസസ് എല്ലാം സർക്കിളിലെ പോയിന്റ്സ് ആയിട്ട് വരയ്ക്കണം. സോ പെന്റഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സൈഡഡ് പോളിഗണിയാണ് നമ്മൾ പെന്റഗൺ എന്ന് പറയുന്നത്. 5 സൈഡ് ഉണ്ടാവും, 5 വേർട്ടീസസും ഉണ്ടാവും. സോ ഇവിടെ ഒരു സർക്കിൾ കാണാം, 5 വേർട്ടീസസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അത് വെറും ഒരു പെന്റഗൺ അല്ല, അത് റെഗുലർ പെന്റഗൺ ആണ്, സമപഞ്ചഭുജമാണ്. എന്ന് പറഞ്ഞാൽ ആ പെന്റഗണിന്റെ എല്ലാ സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ആ രീതിയിൽ ഒരു റഫ് ഫിഗർ നമുക്ക് വരയ്ക്കാം. ഒരു റെഗുലർ പെന്റഗൺ വിത്ത് ഓൾ ഇറ്റ്സ് വേർട്ടീസസ് ഓൺ ദ സർക്കിൾ. ഓക്കെ, സോ ഇതൊരു റെഗുലർ പെന്റഗൺ. ഇതിന്റെ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു പെന്റഗൺ, ഒരു റെഗുലർ പെന്റഗൺ ഓരോ ആംഗിൾസും 108 ഡിഗ്രി വീതമാണെന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് റേഡിയസ് ഈ വേർട്ടെക്സിലേക്കും വരച്ചു, റേഡിയസ് ഈ വേർട്ടെക്സിലേക്കും വരച്ചു. സോ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? മൊത്തം 108 ആണ്. അതിന്റെ പകുതി വരുമ്പോൾ ഇത് 54 ഡിഗ്രി വരും. അപ്പോൾ ഇതും 54 ഡിഗ്രി ആണ്. ഓക്കെ, ഈ പോയിന്റിന് O എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ല. നമുക്ക് കാണേണ്ടത് ഈ ലെങ്ത് ആണ്. റെഗുലർ പെന്റഗണിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കാണും. നമുക്ക് റെഗുലർ പെന്റഗണിന്റെ പേര് കൊടുക്കാം ABCDE. നമുക്കറിയാം ABയുടെയും BCയുടെയും CDയുടെയും DEയുടെയും AEയുടെയും ലെങ്ത് സെയിം ആണ്. ബിക്കോസ് ദിസ് ഇസ് എ റെഗുലർ പെന്റഗൺ, സമപഞ്ചഭുജം. എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ല. സോ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെന്ററിൽ നിന്ന് AE എന്ന കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെന്ററിൽ നിന്ന് ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്ട് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതായത് ഈ ഒരു സെന്റർ നിന്ന് O എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് AE എന്ന് പറഞ്ഞ ഞാണിലേക്ക്, AE ഈ ഒരു സർക്കിളിന്റെ ഞാണാണ്, ഒരു ലംബം വരച്ചാൽ അത് AE എന്ന ഞാണിനെ തുല്യമായി ഭാഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് P എന്നെടുത്താൽ AP is equal to P. അപ്പൊ ഇങ്ങനെ ഒരു OP എന്ന പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ നമുക്ക് കാണാം ഇത് 90 ഡിഗ്രി ആണ്. സോ ട്രയാങ്കിൾ APO ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിളും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി വേണം. സോ ഇത് 36 ഡിഗ്രി ആയിരിക്കും.
സോ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് AP ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഡബിൾ ആണ് AE കിട്ടുക. AE ഈ റെഗുലർ പെന്റഗന്റെ ഒരു സൈഡാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം OA എന്താണെന്നറിയാം. അത് റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. റേഡിയസ് 15 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ AO or OA is equal to 15 സെന്റിമീറ്റർ. സോ നമ്മൾ അവിടെ കണ്ട ആ ട്രയാങ്കിൾ മാത്രം നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യം മനസ്സിലാവും. നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിൾ APO ആണ്. അതേ രീതിയിൽ വരയ്ക്കണമെന്നൊന്നുമില്ല, കുറച്ചുകൂടെ വലുതായിട്ട് ആ ഒരു ഭാഗം മാത്രം എടുത്തു. ഇത് A, ഇത് P, ഇത് O. ഇവിടെ നമുക്ക് അറിയുന്നത് ആംഗിൾ A അറിയാം 54 ഡിഗ്രി, ഇതാണ് 90 ഡിഗ്രി. ഓക്കെ, ഇത് 36 ഡിഗ്രിയാണ്, ഇത് 15 ആണ്. അതായത് 15 എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഈ സൈഡ് ഈ ട്രയാങ്കിളിന്റെ കർണമാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്ക് കാണേണ്ടത് AP ലെങ്ത് ആണ്. AP ലെങ്ത് കാണണമെങ്കിൽ നമുക്കറിയാം, ഒന്നുകിൽ യു ക്യാൻ ടേക്ക് 54 ഡിഗ്രി അല്ലെങ്കിൽ 36 ഡിഗ്രി എടുക്കാം. 36 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ AP എന്ന് പറയുന്നത് 36ന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്കറിയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും കണക്ട് ചെയ്ത് നമുക്ക് സൈൻ എന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ഉണ്ട്. സോ സൈൻ 36 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. ഓപ്പോസിറ്റ് AP ആണ്. AP ലെങ്ത് ആണ് നമുക്ക് ആവശ്യം. നമുക്ക് കാണേണ്ട റെഗുലർ പെന്റഗന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ്. ഒരു സൈഡ് AE ആണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന AP ആണ്. AP ഡബിൾ ആണ് AE വരിക. ഓക്കെ, സോ AP ബൈ ഹൈപ്പോട്ടന്യൂസ് 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് AP കാണാൻ പറ്റും. AP ഈസ് ഈക്വൽ ടു 15 ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. 15 ഡിവൈഡ് ചെയ്ത 15 ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ആണ്. സോ 15 ഇൻറ്റു സൈൻ 36 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈൻ 36 എന്താണെന്ന് തന്നിട്ടുണ്ടാവും. സോ സൈൻ 36ന്റെ വാല്യൂ 0.5878 എന്നാണ്. 15 0.5878 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മളിവിടെ 5878 എടുക്കും. അതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യം 5878നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 × 5 40, 4 ബാക്കി. 7 × 5 35, 35 + 4 39, 3 ബാക്കി. 8 × 5 40, 40 + 3 43, 4 ബാക്കി. 5 × 5 25, 25 + 4 29. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 1ന്റെ നേരെ താഴെ എഴുതണം. സോ 1 കൊണ്ട് ഈ എല്ലാ നമ്പേഴ്സിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതേ നമ്പേഴ്സ് തന്നെയാണ് കിട്ടുക. അത് അതേപോലെ എഴുതി വെക്കുക, ആഡ് ചെയ്യുക. 0, 9 + 8 17, 1 ബാക്കി. 3 + 7 10 + 1 11, 1 will be carried forward. 9 + 8 17, 17 + 1 18, 1 will be carried forward. 2 + 5 7, 7 + 1 8. ഇത്രയും കിട്ടും. 4 പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. സോ നമുക്ക് എത്ര കിട്ടും? 8.817 എന്ന് കിട്ടും. സോ AP ലെങ്ത് കിട്ടും. AP is equal to 8.817 സെന്റിമീറ്റർ. ഇതിനെ 2 ഡെസിമൽ പ്ലേസിലേക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. സോ എങ്ങനെ എഴുതും? 8.8. രണ്ടാമത്തെ ഡെസിമൽ പ്ലേസ് 1 ആണ്. അതിനുശേഷമുള്ള നമ്പർ നോക്കുക 7 ആണ്. 5നേക്കാളും കൂടുതലായിട്ടുള്ള നമ്പർ ആണ്. സോ ഈ 1നോട് കൂടി ഒരു 1 കൂടി ആഡ് ചെയ്യാം. സോ നമുക്ക് 2 കിട്ടും. സോ വി ക്യാൻ റൈറ്റ് AP is equal to 8.82 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് AE? AP ഡബിൾ ആണ് AE. So 2 into AP, 2 into 8.82, that is equal to നമുക്ക് 17.64 സെന്റിമീറ്റർ എന്ന് കിട്ടും. Therefore length of AE എന്ന് പറയുന്നത് ഈ റെഗുലർ പെന്റഗന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ്. സോ ഓരോ സൈഡും എത്രയായിരിക്കും? ഈ അതേ മെഷർമെന്റ് തന്നെയായിരിക്കും, 17.64 സെന്റിമീറ്റർ ആയിരിക്കും. So length of the side of the
Regular pentagon is equal to 17.64 centimeter. Next problem, frequent ആയിട്ട് SSLC എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2, പേജ് നമ്പർ 117. A ladder leans against a wall with its foot 2 meters away from the wall and the angle with the floor 40 degree. How high is the top end of the ladder from the ground? മതിലിന്മേൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. ഏണിയും തറയുമായുള്ള കോൺ 40 ഡിഗ്രി. ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? സോ നമുക്ക് ഒരു വോൾ ഉണ്ട്, ഒരു മതിലുണ്ട്. അതിന് നമുക്ക് ഒരു ഫിഗർ വരച്ച് എഴുതാം. സോ ദിസ് ഈസ് the wall. ഓക്കെ, ഈ മതിലിനോട് ചാരി ഒരു ഏണി വെച്ചിട്ടുണ്ട്, ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് തറ. ഓക്കെ, സോ ഇങ്ങനെ ചെരിച്ച് ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാഡർ, ഏണി. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? ലാഡറിന്റെ ഫൂട്ട്, അതായത് ലാഡറിന്റെ ചുവട് ഇവിടെ മതിലിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. എന്ന് പറഞ്ഞാൽ മതിലിന്റെ ചുവടും ഏണിയുടെ ചുവടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 മീറ്ററാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇത് വോളാണ്, ഇത് ലാഡറാണ്. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? ആങ്കിൾ വിത്ത് ദ ഫ്ലോർ. ഫ്ലോറുമായിട്ട്, അതായത് തറയുമായിട്ട് ഏണി ഉണ്ടാക്കുന്ന ആങ്കിൾ 40 ഡിഗ്രിയാണ്. ഇതാണ് ഏണി, തറ ഇത്. സോ ഏണിയും തറയും തമ്മിലുള്ള ആങ്കിൾ ഏതാണ്? ഈ ആങ്കിളാണ്. ഈ ആങ്കിൾ 40 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്? ലാഡറിന്റെ, അതായത് ഏണിയുടെ മുകളറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭാഗം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? തറ ഇതാണ്. അപ്പം ഈ തറയും അതിന്റെ മുകളറ്റവും തമ്മിലുള്ള ഉയരം കാണണം എന്ന് പറഞ്ഞ് നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം എക്സാമിന് എഴുതുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക. നമുക്ക് പേര് കൊടുക്കാം ABC. അപ്പം AC എന്ന് പറയുന്നത്, AC ആണ് ഇവിടെ എന്ത്? AC ഈസ് ദ ലാഡർ. ഓക്കെ, ഇനി AB എന്ന് പറയുന്നത് എന്താണ്? AB ഈസ് ദ വോൾ. BC ആണ് എന്ത്? ഗ്രൗണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് A. ഇതൊക്കെ ഫിഗറിൽ മാർക്ക് ചെയ്താൽ മതി, ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രി വെച്ച് നോക്കാം. 40 ഡിഗ്രിയാണ് തന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള സൈഡ് ഏതാണ്? ഈ 40 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡാണ് ആണല്ലോ. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. 90 ഡിഗ്രി ഇവിടെയാണ് വരിക. സോ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ലാഡർ എന്ന് പറയുന്നത് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡാണ്. തന്നിരിക്കുന്ന 2 മീറ്റർ എന്ന് പറയുന്നത് 40 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡാണ്. സോ ഓപ്പോസിറ്റും അഡ്ജസെന്റും കണക്ട് ചെയ്യുന്ന എങ്ങനെ? ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണ്? ടാൻ ആണ്. ഓക്കെ, സോ ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓക്കെ, സോ ഓപ്പോസിറ്റ് ഏതാണ്? അതാണ് AB. ബൈ അഡ്ജസെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്റർ ആണ്. ഇനി ടാൻ 40യുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ടാൻ 40യുടെ വാല്യൂ 0.8391 ആണ്.
that is equal to AB by 2 കിട്ടും. സോ നമുക്ക് AB കണ്ടുപിടിക്കാം. AB is equal to 2, AB യുടെ കൂടെയുള്ള by 2നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ into 2 ആവും. സോ 2 into 0.8391. 8391ന്റെ ഡബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 8391നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പോയിന്റ് കൺസിഡർ ചെയ്യാതെ. സോ നമുക്ക് 1 into 2 2, 9 into 2 18, 1 ബാക്കി, 3 into 2 6 plus 1 7, 8 into 2 16, 16,782 കിട്ടും. 4 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുമ്പോൾ നമുക്ക് 1.6782 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1.6782. ഇതിനെ 2 ഡെസിമൽ പ്ലേസസിന് കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതും? 1 എഴുതാം. ഫസ്റ്റ് ഡെസിമൽ പ്ലേസ് 6 എഴുതി, രണ്ടാമത്തെ ഡെസിമൽ പ്ലേസ് 7 ആണ്. അപ്പം മൂന്നാമത്തെ ഡെസിമൽ പ്ലേസ് നിങ്ങൾ എന്തായാലും നോക്കണം, അത് 8 ആണ്. 5നേക്കാളും കൂടിയ നമ്പറാണ്. അങ്ങനെ ആവുമ്പോൾ ഈ 7നോട് കൂടി 1 കൂട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 1.68 ആണ്. തന്നിരിക്കുന്ന യൂണിറ്റ് മീറ്ററിലായതുകൊണ്ട് ഇതും എന്താണ്? മീറ്ററിലാണ്. സോ കൺക്ലൂഷൻ വരുമ്പോ എന്താ വരിക? ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട് ഇസ് ഈക്വൽ ടു 1.68 മീറ്റർ. ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് 1.68 മീറ്റർ ഉയരത്തിലാണ്.